മുരുകൻ കാട്ടാക്കട കൂടി ചേരുകയാണ്. ശ്രീ മുരുകൻ കാട്ടാക്കട, ഇന്ന് രാവിലെ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുത്ത ശേഷമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം നമ്മുടെ ആശുപത്രികളിൽ അനുവദിക്കില്ല എന്ന്. കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തിലധികമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മനുഷ്യർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബാനർ കെട്ടിയ ഡിവൈഎഫ്ഐയുടെ ബാനർ കെട്ടിയ ഒരു പൊതിച്ചോറ് നിറച്ച ഒരു വണ്ടി വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്ന എത്ര മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി തിരിച്ചറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിലെ ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയായി ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണം മാറുന്നു. എന്തൊരു കഷ്ടമാണ് ശ്രീ മുരുകൻ കാട്ടാക്കട. തീർച്ചയായിട്ടും അതെ. അതായത് ഈ വായിൽ വെള്ളിക്കരണ്ടിയുമായി അധികാരത്തിൽ വരുന്നവർ ഉണ്ടാകുമ്പോൾ ഒരു സമൂഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പലതരം വേദനകളുടെയും ദുരന്തങ്ങളുടെയും ഒരു അടയാളപ്പെടുത്തലാണ് ഈ കാര്യവും. അതായത് ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന, അത് യുവജന പ്രസ്ഥാനങ്ങൾ വെറും പ്രകടനം നടത്താനും അടികൊള്ളാനും ബഹളം വയ്ക്കാനും മാത്രമുള്ളതല്ലെന്നും മനുഷ്യന്റെ കണ്ണീരൊപ്പാൻ കൂടെ യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരണമെന്നും രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ അത് ഒരു സാമൂഹിക പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും കൂടെ ആണ് എന്നും സ്വന്തം പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുത്ത അതിബൃഹത്തായ മാതൃകയാണ് ഡിവൈഎഫ്ഐ തുടങ്ങി വെച്ച ഈ വയർ എരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന് പറയുന്ന പൊതിച്ചോറ് വിതരണ പരിപാടി. അതിനെ തുടർന്ന് പല യുവജന സംഘടനകളും ഒരു തരത്തിലുള്ള അഹങ്കാരങ്ങളോ വേദനകളോ ഇല്ലാതെ അതിനെ പിൻപറ്റുകയും അവരും ആ പാതയിലൂടെ ഈ നന്മ പിന്തുടരുകയും ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഒരു കേരള മാതൃകയാണ് ഇത് സാധാരണക്കാരായ കൂട്ടിരിപ്പുകാരായിട്ടുള്ളവരും രോഗികളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള മനുഷ്യർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഏറ്റവും ബൃഹത്തായ ഒരു യുവജന സാംസ്കാരിക പ്രവർത്തനമാണ്. അപ്പൊ അതിന്റെ ഒരു നന്മ മനസ്സിലാക്കുക എന്നത് ഏതൊരു സാധാരണ മനുഷ്യനും കഴിയുന്ന, എല്ലാത്തിനെയും രാഷ്ട്രീയ കണ്ണിലൂടെ കാണുന്ന, ഞാൻ ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽ വരുന്ന ആളുകൾ എന്ത് ചെയ്യുമ്പോൾ അധികാരത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. 2 കാര്യം കൂടെ പറയാം ഞാൻ. ഒന്ന്, ഈ ബാനർ കെട്ടി കൊടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വെറുതെയെങ്കിലും പറയുന്നു. ബാനർ കെട്ടാതെ കൊടുക്കുന്നതിനും അദ്ദേഹം എതിരാണ്. കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ യുവജന പ്രസ്ഥാനത്തിന് ദുർബലമായ ഒരു പ്രസ്ഥാനമായതുകൊണ്ട് അവർക്ക് ഇത്തരം നടപടികളിലേക്ക് വരാൻ കഴിയാതെ പോകുന്നു. എന്നാൽ നല്ല വോളണ്ടിയേഴ്സ് ഉള്ള, നല്ല സന്നദ്ധ പ്രവർത്തകർ ധാരാളമുള്ള ഡിവൈഎഫ്ഐ പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ ആവശ്യത്തിലധികം സഹായിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരും തയ്യാറാകുകയും ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. അപ്പൊ അവരുടെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഇതിൽ ഇടപെടാനുള്ള ദൗർബല്യമുണ്ട്, അവർ കഴിയുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ബാനർ വയ്ക്കാൻ പാടില്ലെന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ കൃത്യമായി ബാനർ വച്ച് തന്നെ ഇത് കൊടുക്കണം. കാരണം ഇത് ഡിവൈഎഫ്ഐ മക്കൾ കൊണ്ടുവരുന്നതാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ധൈര്യമായി അത് വാങ്ങി കഴിക്കാൻ ആളുകൾ തയ്യാറാവും. ഇപ്പൊ പലതരത്തിൽ ചിലപ്പോൾ വല്ല കൃത്രിമമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ വൈരാഗ്യങ്ങൾ വെച്ചുകൊണ്ട് വല്ല ഭക്ഷ്യവിഷബാധ ഇടയാക്കുന്ന തരത്തിൽ ആര് അഡ്രസ് ഇല്ലാതെ നൽകുന്നത് പോലെ അല്ലല്ലോ. ഇത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട യുവജന പ്രസ്ഥാനം തരുന്നതാണ്. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ട് തരുന്ന ഞങ്ങളോടുള്ള സ്നേഹം, നമ്മൾ അവർക്ക് അങ്ങോട്ടും ഈ സമൂഹത്തിൽ കൊടുത്തതിന്റെ സ്നേഹത്തിൽ അവർ കണ്ടെത്തി കൊണ്ടുവരുന്ന ഞങ്ങൾക്ക് ഉത്തരവാദിത്തോടെ കഴിക്കാൻ പറ്റുന്നതാണ് ഇത് എന്ന് തോന്നുക തന്നെ വേണം. അതുകൊണ്ട് ഡിവൈഎഫ്ഐ ആകട്ടെ സേവാഭാരതി ആകട്ടെ അവരുടെ ബാനർ വെച്ച് തന്നെ ഇത് കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം അത് വാങ്ങി ഒരിക്കുമ്പോൾ അതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറാണ് ഞാൻ വാങ്ങി കഴിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അവരത് ഓൺ ചെയ്യുമെന്നുള്ളതല്ലേ. അതുപോലെ ഡിവൈഎഫ്ഐ ആണ് ചേച്ചി, ഞാൻ ഡിവൈഎഫ്ഐ പ്രവർത്തനാണ്. ഈ മെഡിക്കൽ കോളേജിലെ അമ്മമാർക്ക് വേണ്ടി, അനിയന്മാർക്ക് വേണ്ടി ഒരു മക്കളെ വായെന്ന് പറയും. ഡിവൈഎഫ്ഐ എന്ന് പറയുന്നതുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയമില്ലാതെ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ അവരെല്ലാവരും പൊതിച്ചോറ് ഇടുന്ന. കാരണം കിട്ടേണ്ടവർക്ക് കിട്ടുമെന്ന് അവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ബാനർ വെച്ച് സാംസ്കാരിക പ്രവർത്തനത്തെ രാഷ്ട്രീയ പ്രവർത്തനമാക്കി മാറ്റുക തന്നെ വേണം. ഇതിനെ പൊതുസമൂഹം എതിർത്ത് തോൽപ്പിക്കണം. ഇത്തരം വൃത്തികെട്ട വർത്തമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും ഇതുവരെയും കേരള സമൂഹം എതിർത്ത് തോൽപ്പിച്ചതുപോലെ ഇനിയും തോൽപ്പിക്കണം. പൊതിച്ചോറ് വിതരണം എന്ന ബൃഹത്തായ സാംസ്കാരിക പ്രവർത്തനം, സാമൂഹിക പ്രവർത്തനം ഈ യുവജന പ്രസ്ഥാനങ്ങൾ തുടരുക തന്നെ വേണം. ശ്രീ മുരുകൻ കാട്ടാക്കട, മാനവസേവ മാധവസേവ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അന്നദാനം മഹാദാനം എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിലെ കണ്ടും കേട്ടും വളർന്നതാണ്. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, രാഷ്ട്രീയമായ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകട്ടെ, അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും നാളിതുവരെ ഉപയോഗിക്കാത്ത ഒരു ശൈലിയും
വാക്കുകളും പ്രയോഗങ്ങളും നടത്താൻ എന്തുകൊണ്ടാണ് ശ്രീ കെ മുരളീധരനെ പോലെ വളരെ രാഷ്ട്രീയമായി ഒത്തിരി പാകതയുള്ള ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നത്? അദ്ദേഹം ഒരുപക്ഷെ ഈ വിശപ്പ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ പറയുന്നത് പോലെ KSUവിലും യൂത്ത് കോൺഗ്രസിലും SFIയിലും DYFIയിലും AISFയിലും ഒക്കെ പ്രവർത്തിച്ചവർക്ക് ഒരുപക്ഷെ ഈ വിശപ്പിൻ്റെ വില അറിയാൻ കഴിയും. അവരുടെ സംഘടനാ പ്രവർത്തനത്തിൽ പല ദിവസങ്ങളിലും അവർ പട്ടിണി കിടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടാവും. ശ്രീ മുരളീധരന് അങ്ങനെ ഒരു പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ ആശുപത്രികളിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതിനെ വല്ലാത്ത ഒരു ശത്രുതയോടുകൂടി അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. ശ്രീ മുരുകൻ കാട്ടാക്കട. എനിക്ക് പല കാര്യങ്ങളിലും വലിയ ബഹുമാനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ മുരളീധരൻ. അദ്ദേഹം വളരെ സൗമ്യനാണ്. അദ്ദേഹം കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സൗഹൃദങ്ങളെ കൊണ്ടു നടക്കുന്ന ആളാണ്. നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നല്ല വാത്സല്യം അനുഭവിക്കുന്ന ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞതാണ് കാര്യം. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് അറിയില്ല. ഇപ്പൊ നമ്മുടെ തലമുറയിൽ തന്നെ ചില കുട്ടികളുണ്ട്. ഇപ്പൊ എന്റെയൊക്കെ മക്കൾ അല്ലെങ്കിൽ അവർക്ക് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ മകൻ, എനിക്കൊരു മകനേ ഉള്ളൂ. അവൻ പറയുന്നുണ്ടായിരുന്നു കൊച്ചായിരിക്കുമ്പം, അമ്മ എനിക്ക് എന്തോ പോലെ, അത് വിശപ്പാണെന്ന് അവന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള അവസരം കൊടുത്തിട്ടില്ല. അതുപോലെ വിശപ്പ് എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത ആളുകൾ എന്തുകൊണ്ടാണ്, പണ്ട് നീറോ ചക്രവർത്തിയുടെ കാര്യം അറിയാലോ, ആളുകൾ പട്ടിണി കിടന്നിട്ട് ബ്രെഡിന് വേണ്ടി ഇങ്ങനെ മുറവിളി കൂട്ടുന്നത് കണ്ടുകൊണ്ട് മോളിൽ ഇരുന്നുകൊണ്ട് രാജാവ് ചോദിക്കുന്നുണ്ട്, ഈ ആളുകൾ എന്തിനാണ് ഈ ബ്രെഡിന് വേണ്ടി ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? ഇവർക്ക് കേക്ക് ചോദിച്ചുകൂടെ എന്നാണ്. എന്തിനാണ് ഇവർ ബ്രെഡിന് വേണ്ടി ബഹളം വയ്ക്കുന്നത്? ഒരു കേക്ക് വേണമെന്ന് പറയാത്തത് എന്താണെന്നാണ്. അപ്പൊ ഇതാണ് ഈ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഭരണാധികാരികളുടെ നിലപാടെന്ന് പറയുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന അത് തന്നെ. ഇപ്പൊ സുധാകരൻ എന്ന് പറയുന്ന ജനപ്രതിനിധി എത്രയോ കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള പാർലമെന്ററി സുഖങ്ങളും അനുഭവിച്ച് അതിൽ നിന്ന് പുറത്ത് ചാടിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മനസ്സിലുള്ള യഥാർത്ഥത്തിലുള്ള ഒരു മനസ്സ്, ഈ മനുഷ്യത്വരഹിതമായ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം നേരത്തെ പ്രകടിപ്പിച്ചല്ലോ. ഒരാളും പൊതിച്ചോറ് കൊണ്ടുവരേണ്ട കാര്യമില്ല, അതിനെ ഒരുത്തരും കൊടുക്കാൻ പാടില്ല. അതേ മാനസിക അവസ്ഥ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നത്, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും പങ്കുവയ്ക്കുന്നത്. കാരണം ഇതാണ്, ഈ വിശപ്പ് എന്താണെന്ന് അറിയുന്ന ഭരണാധികാരികൾ നമുക്കുണ്ടാകണം. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ. ഈ ലോകത്ത് എവിടെയെങ്കിലും, കേരളത്തിൽ എവിടെയെങ്കിലും വിശപ്പുണ്ടോ എന്ന് നോക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ നാട്ടില് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ റേഷൻ കടയില് ഞാൻ ഒരു വർഷത്തിന് മുമ്പ് കണ്ടതാണ്. കേരളത്തിൽ അത് തുടങ്ങിയതേ ഉള്ളൂ, അത് ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതായത് തെരുവിൽ കിടക്കുന്ന ആളുകൾ, ഒരിക്കൽ ഞാൻ ഒരു കടയിൽ കയറുമ്പോൾ ആ കടയില് തൊട്ടപ്പുറത്ത് അനാഥനായിട്ടുള്ള മനുഷ്യൻ സ്ഥിരമായി അവിടെ ഇരിക്കുന്ന കാണാം. ഞാൻ അദ്ദേഹത്തിന് കൂടെ ഒരു പൊതിച്ചോറ് കൊടുക്കണമെന്ന് ഞാൻ ആ കടക്കാരോട് പറഞ്ഞു. പറ്റില്ല സാറേ, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ചോറ് കൊടുക്കേണ്ട ചുമതല എനിക്കാണ്. അതിനാവശ്യമായ റേഷൻ സാധനങ്ങൾ റേഷൻ കടയിൽ നിന്ന് എനിക്ക് തരും. അങ്ങനെ സർക്കാർ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ ഈ കടയിൽ നിന്ന്. അപ്പൊ അങ്ങനെ പോലും വിശക്കുന്നവനെ കണ്ടെത്തുന്ന ഭരണാധികാരികളും നമുക്ക് നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇത്തരം മാനസികാവസ്ഥ അനുഭവജ്ഞാനം, ഈ അനുഭവജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? പട്ടിണി എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. ആ അനുഭവജ്ഞാനം ഉള്ളവനായിരിക്കണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു കുറവാണ് നമുക്ക് ഈ പ്രസ്താവനകളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് എന്റെ അഭിപ്രായം. നന്ദി ശ്രീ മുരുകൻ കാട്ടാക്കട പ്രതികരിച്ചത്.